ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സോറി, ഇവിടെ വരുന്ന ഈ സോറി പറയുന്നത് ഒരു വോക്കൽ ടിക്സ് ആണ് കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സോറി എന്ന് പറയുമ്പം മോട്ടോട്ടിക്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന തന്നെ സോറി. ഓക്കെ, വീണ്ടും സോറി. ചിലർ ഈ ടൂററ്റ് സിൻഡ്രോം എന്നുള്ള ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഉള്ള ചില വ്യക്തികൾക്ക് ഒഫെൻസീവ് ആയിട്ടുള്ള വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ആർക്കും ഉപദ്രവമില്ലാത്തൊരു വാക്കാണ് സോറി. അതിന് മുന്നേ തന്നെ ഈ ദർശനം 2025 പെരിങ്ങാല മിഷനോടനുബന്ധിച്ച് നടത്തുന്ന ഈ മ്യൂസിക്കൽ ഈവൻറ്റിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ എല്ലാവരോടും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും ഒത്തിരി നന്ദി. എൻ്റെ പാട്ട് ക്ഷമയോടെ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈശോയ്ക്കും നന്ദി. കാരണം എന്നെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന ഒരു വചനമാണ്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. 2 കൊരിന്തോസ് 12-9 തിരുവചനം. ഞാൻ തളരുമ്പോഴും ഞാൻ ടിക്സ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒത്തിരി അതിൻ്റെ ഫ്രസ്ട്രേഷനുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ടെൻഷനുണ്ട്, പിന്നെ അങ്ങനെ പല മാനസിക അസ്വസ്ഥതകളും എനിക്കുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കൂടുതലാണ്. അപ്പം ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും കൂടുതലും ഈ ഒരു വചനമാണ്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് അവൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അതോടൊപ്പം തന്നെ നിൻ്റെ കുറവുകളെ ഓർത്ത് പ്രശംസിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു നാണക്കേടും ഇല്ല. ഇന്നേ വരെ ഞാൻ ഈശോയോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള മനസ്സ്. എത്ര തളർന്നാലും, എത്ര സാഡ്നെസ് എത്ര ഡൗൺ ആയാലും എനിക്ക് പറ്റുന്നില്ല ഈശോയോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ. കാരണം എനിക്ക് അറിയാം ഈശോയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നെ പറ്റി. അവൻ തീരുമാനിക്കാതെ അവൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും, അവൻ്റെ പദ്ധതിയിലല്ലാത്ത ഒരു കാര്യവും, അവൻ്റെ അറിവിലില്ലാത്ത ഒരു കാര്യവും എൻ്റെ ലൈഫിൽ നടക്കില്ല, നമ്മുടെ ആരുടെയും ലൈഫിലും. അവൻ തീരുമാനിക്കും. അത് സുഖ ദുഃഖങ്ങൾ അനുവദിക്കുന്നത് ഈശോയാണ്, തരുന്നതും ഈശോയാണ്.